ഭയപ്പെട്ടാൽ നാളെ ഇല്ലാതാവുന്ന ഒരു രാജ്യമാണ്. അറിയാമല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ 48ന്റെ കാര്യം അറിയാമല്ലോ. ഒന്നുമല്ല, അവിടോട്ട് വന്നു നിന്നാണ്ട് ഇതെല്ലാം അവിടെ ഒരു കുറ്റി അടിച്ചാട്ട്, ഒരു കുറ്റി അടിച്ചാട്ട്. നമ്മൾ പറയത്തില്ല, നമ്മൾ പുതിയൊരു വസ്തു മേടിച്ചിട്ട് അളക്കുന്നതിന് അങ്ങനെ തുടങ്ങിയപ്പം ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ പ്രബലമായിട്ട് നിൽക്കുക. അടിച്ചതാ, അവർ തിരിച്ചടിച്ച് നിന്നില്ലേ, 67 നിന്നില്ലേ. അപ്പൊ എന്നാ ആനുകൂല്യം കിട്ടിയത് ഇസ്രായേലിന്? സ്വന്തമായിട്ട് ലോകത്ത് ചെതറിച്ച് കിടന്ന ഒരു സമൂഹം അവരവിടെ നിന്ന് ഓരോരുത്തരും പൈസ ഉണ്ടാക്കി, എന്നിട്ട് ഭൂമി മേടിച്ചു, ഒരു രാജ്യം മേടിച്ചു. ആരെ? മരുഭൂമി. ഇവർ കൊടുത്തത് എന്തോ വിജയ് പറഞ്ഞല്ലോ, മരുഭൂമി. ആ മരുഭൂമിയില് അവര് വിളവെടുത്തു. എങ്ങനെ? അവരുടെ തല കൊണ്ടും ശരീരം കൊണ്ടും ജോലി ചെയ്തു. ടെക്നോളജി അവർ തല കൊണ്ടുണ്ടാക്കി, അല്ലെങ്കിൽ കായികമായിട്ട് അവർ എല്ലാ രീതിയിലും. അപ്പൊ പിന്നെ മാത്രമല്ല, കുഞ്ഞുങ്ങളെ തൂക്കിയിടുന്നത് പോലെ തോക്ക് തൂക്കിയിട്ടുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഏത് പണിക്കും പോകുന്നത്. അങ്ങനെ നിർത്തിക്കൊണ്ട് സൈനിക സേവനം ഉൾപ്പെടെ അങ്ങനത്തെ ഒരു രാജ്യമാണ്. ഇയാള് ആരംഗീകരിക്കണമെന്ന് എന്തെല്ലാം പാച്ചാക്കി. അത് തന്നെയാണ് എത്ര ആളുകൊണ്ട് അറസ്റ്റ് വാറണ്ടുണ്ട് രാജ്യാന്തര കോടതിയിൽ അറസ്റ്റ് ചെയ്തിട്ട്.